അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, നമ്മളെ പള്ളിയിൽ ഇന്ന് നോമ്പുത്രയാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പുത്ര നമ്മുടെ സുൽഫിക്കർ ഇക്കയുടെ വകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു നോമ്പുത്ര എന്നുള്ള നിലക്ക് എല്ലാവരും സജ്ജീകരണമായിട്ട് പരിപാടിയിൽ പങ്കെടുത്തു. അത് ഗംഭീരമായി പരിപാടി വിജയിപ്പിച്ചു. ഏകദേശം ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തിനേക്കാളും ഏകദേശം ഒരു 700 ആൾക്കുള്ള സീറ്റാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ സീറ്റ് ഒരുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഉണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് വേറെ ആൾക്ക് കൊട്ടേഷൻ കൊടുത്ത് ചെയ്ത പരിപാടികളൊക്കെയാണ്. കാരണം പള്ളിക്ക് നമുക്ക് ആ സമയത്ത് എത്തിപ്പെടാനും ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടും ഒക്കെ പ്രയാസങ്ങളും ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഏതായാലും ഏകദേശം ഇപ്പോൾ നമ്മൾ 5:30 സമയപ്പോഴത്തേനൊക്കെ ഏകദേശം വിഭവങ്ങളൊക്കെ ആയി. ഒന്നിനും ആൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് മേൽനോട്ടം വഹിക്കാനായി തന്നെ നമ്മൾ ഇക്കോടെ മുന്നിലുണ്ട്. ഇക്ക, അസ്സലാമു അലൈക്കും. ചെറുപ്പ വലിപ്പമില്ലാതെ എല്ലാവരും ഒത്ത ഒരു മനസ്സോടെ പരിപാടിയിൽ മുമ്പിട്ട് ഇറങ്ങിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു പിള്ളേർ വരെ നോമ്പ് വെറ്റുകാണ്ടൊക്കെ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ ഒരു പരിപാടിയാണ്, നമ്മുടെ മാലിൻ്റെ പരിപാടിയാണെന്നുള്ള വിധത്തിലാണ് ഓരോ ആളുകളുടെയും വർക്ക് എല്ലാവരും പണി ചെയ്യുന്നത്. പഠിച്ചവൻ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. മാത്രമല്ല, ഇത് കൂടാതെ താഴെയും ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം കാലുകൊണ്ട് സുഖമില്ലാത്ത ആളുകളും പ്രായമായ ആളുകളൊക്കെ ഒരുപാട് നമ്മളെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. മഹലിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ താഴെ സീറ്റ് ഇട്ടിട്ടുള്ളത്. നമ്മളെ അബ്ദുറഹ്മാൻ അതുപോലെ നമ്മളെ കുഞ്ഞാണിയൊക്കെ ഇപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ വിഭവങ്ങൾ കഴിക്കാനുണ്ടെന്ന് ആ ബോക്സ് കഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. ബാക്കി കാഴ്ചകൾ ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഏകദേശം ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. 6:15 സമയമായി. 6:40 വാങ്ങി കൊടുക്കുക. അങ്ങനെ ഏകദേശം നമ്മളെ മിൽക്ക് പണികളൊക്കെ തീരാനായി. അപ്പോൾ അങ്ങനെ മക്കളൊക്കെ അതാത് സ്ഥലത്ത് പിടിച്ചിരുത്തിയിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിലെ വെള്ളം കൂട്ടുകാരൻ്റെ ക്ലാസ്സിലെ വെള്ളം ഏതാണോ കൂടുതൽ എന്നൊക്കെ നോക്കി അടുത്തുള്ള മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറഞ്ഞിരിക്കുകയാണ്. ഇരുന്നോളി ഇരിക്കണേ. ഇരുന്നോളി. അസ്സലാമലൈക്കും.
സൂപ്പർ ചോദിച്ചേക്കാം. പാലിന് നല്ലോണം കാണുന്ന അറിയല്ലേ? നല്ല ചെറിയ നോമ്പില്ല ചേച്ചി. ആരെ കടക്കണോ? ഇപ്പം എന്നൊക്കെ അടുത്തേക്കണോ? നമ്മളെ വിശിഷ്ട അതിഥി മൂസാക്ക അവിടെ എത്തിയിട്ടുണ്ട്. വിശിഷ്ട അതിഥി സാറ്. പിന്നെ ഈ ഭാഗം എന്ന് പറഞ്ഞ് നമ്മളെ നാട്ടിലെ പ്രധാനപ്പെട്ട നമ്മളെ ആൾക്കാരാണ്, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. ഇതാ ആസിഖ്, മുനീർ, നമ്മളെ താഹ ഉമർ, മുജിബിക്ക, അതുപോലെ തന്നെ മൻസൂർ, ജസീൽ, സലാംക്ക, ജാഫർ, ഫൈസൽ, ഒരുപാട് നമ്മളെ നല്ല സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് ഇവിടെ. ഷാഫി ഉണ്ട്, അബ്ദുറഹ്മാൻ ഉണ്ട്, മുനീർക്ക, എല്ലാവരും ആരും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എല്ലാവരും എന്നെ ഷൂട്ട് ചെയ്യേ, ഞാൻ ഇല്ലെങ്കിൽ ലൈക്ക് അടിച്ചില്ല, കമൻറ്റ് അടിച്ചില്ല ഒക്കെ പറഞ്ഞെടുക്കുന്ന ആൾക്കാർ. ഫൈസൽ, സക്കീറ, എല്ലാവരും പേരെടുത്ത് പറയേണ്ട പ്രത്യേക സന്തോഷം. ആരും നമ്മൾ വീഡിയോയിൽ ഒഴിവാക്കിയിരുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല, വേണമെങ്കിൽ ഈത്തപ്പഴത്തിന് കൂരൊക്കെ ഒന്ന് കളഞ്ഞോ. കളഞ്ഞോ? ബാങ്ക് കൊടുക്കാൻ ഏകദേശം 5 മിനിറ്റും കൂടിയും ബാക്കി നിൽക്കെ ആളുകളൊക്കെ അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സീറ്റ് ഇഷ്ടം പോലെ സീറ്റുണ്ട്. ഒരുവിധ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ കാത്തിരുന്ന ബാങ്ക് വിളിയുടെ സമയം എത്തി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറയാണ്. ഇപ്പം നമ്മളെ ബോക്സ് ഓപ്പൺ ആക്കിയപ്പോൾ ഫ്രൂട്ട്സ് മുസമ്പി ഉണ്ട്, വത്തക്ക ഉണ്ട്, മുന്തിരി ഉണ്ട്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പുണ്ട്, നമ്മുടെ കശുവണ്ടിൻ്റെ അണ്ടിപ്പരിപ്പ്, അതുപോലെ ബദാം, പിന്നെ സമൂസ, കൊക്കവട, പിന്നെ അതുകൂടാതെ ഒരു വെറൈറ്റി സംഭവം ഉണ്ട് വെച്ചാൽ മക്രോണി ഉണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് നിസ്കാരത്തിൻ്റെ മുന്നേ ഭക്ഷണം കഴിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ മക്രോണിയൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ആളെണ്ണം ബിരിയാണി പൊതിയാണ് കൊടുക്കുന്നത്. അങ്ങനെ നിസ്കാരത്തിൻ്റെ സമയങ്ങളൊക്കെ ആയി. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കണമെന്നുള്ള ഒരു അതിയായ സന്തോഷത്തിലും ആ ക്ഷീണത്തിലൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഉസ്താദിൻ്റെ ദുആ ഒക്കെ കഴിഞ്ഞ് ഇനി നേരെ ഇൻഷാ അല്ലാഹ് എല്ലാവരും പുറത്തോട്ടിറങ്ങി ഭക്ഷണം വാങ്ങി ദുആ ചെയ്ത് പിരിയാണ്.
കമന്റ് അതിലേക്ക്. അങ്ങനെ സുഹൃത്തുക്കളെ പരിപാടി ഗംഭീരമായിട്ട് പരിപാടിയൊക്കെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി പരിപാടി ഗംഭീരമായി വിജയിപ്പിച്ചു. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് നമുക്കിതുപോലെ ഒരുമിച്ച് നോമ്പ് തുറക്കാനും ഇതുപോലെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാനൊക്കെ പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. സുൽഫീഖർ ഇക്ക അതുപോലെ ഇതിൻ്റെ മറ്റ് ഭാരവാഹികൾക്കൊക്കെ പടച്ചവൻ ദീർഘായുസ്സും ആഫിയത്തൊക്കെ നൽകുമാറാട്ടെ. അവരുടെ ബിസിനസ്സിലും കുടുംബത്തിലൊക്കെ ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാട്ടെ. ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആ ചെയ്യുന്നു. അതിന് പടച്ചവൻ എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും എല്ലാം നൽകി അനുഗ്രഹമാറാക്കട്ടെ. പിന്നെ ഈ എളിയവനെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തും എന്ന വിശ്വാസ്യതയോടെ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തോളി, ഒന്ന് ഷെയറും ചെയ്തോളി, പിന്നെ പറ്റുകയാണെങ്കിൽ 2 കമൻറ്റ് ഇട്ടോളി. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.